അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു ഹോം ടൂറുമായിട്ടല്ല, മറിച്ച് നമ്മൾ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ മനോഹരമായിട്ട് വീട് വെക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഇത് ചുമ്മാ ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. നമ്മളൊരു വീട് വെച്ചു, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ലാൻഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പാടം മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പറമ്പിനേക്കാളും കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്താണ് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മൾ വീട് വെച്ചിട്ടുള്ളത് പാടത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മണ്ണിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ബെൽറ്റ്, കരിങ്കല്ല് അങ്ങനെയുള്ള കാര്യത്തിന് മൊത്തത്തിൽ നമുക്കൊരു എന്താ പറയുക, ഒരു പറമ്പ് ഏരിയയിൽ നമ്മൾ ചെയ്യുമ്പം നമുക്ക് മാക്സിമം ഒരു 2 ലക്ഷം രൂപ ആണെങ്കിൽ, നമുക്ക് പാട ഏരിയയിലേക്ക് വരുമ്പം അതൊരു 4 ലക്ഷം രൂപയുടെ ചിലവായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് 2 സെൻറ്റ് ആണെങ്കിലും 3 സെൻറ്റ് ആണെങ്കിലും നമ്മൾ പറമ്പ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ഉറപ്പുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൃത്യമായിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാന് നമ്മൾ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട് പണിയിൽ ഒരുപാട് ചിലവ് കുറക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പിന്നീട് ചെയ്യുമ്പോൾ പൊളിച്ചിട്ട് ഒഴിവാക്കിയിട്ട് വീണ്ടും ചെയ്യുക, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചിലവ് ഒരുപാട് കൂടുതലായിരിക്കും. പിന്നീട് ഒരു കാര്യം, നമ്മൾ കരാറ് കൊടുത്തിട്ട് വീട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും നമുക്ക് ഒരുപാട് ചിലവ് കുറക്കാൻ സാധിക്കും. നമ്മൾ കൂലിക്ക് ചെയ്യിക്കുമ്പോൾ കുറച്ച് എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും, പക്ഷേ അതിന് മാത്രം നമുക്ക് വ്യത്യാസം ലാസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പം നമ്മൾ മാക്സിമം മണൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനെ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ എൻസാൻഡ് പോലുള്ളത് ചെയ്യുക. ഇപ്പം നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ്ങും മറ്റും അവൈലബിൾ ആണ്, പക്ഷെ അതിനേക്കാളും ഒന്നുകൂടി നമുക്ക് ഉറപ്പുള്ള കാര്യം, കാലാതീതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ മണൽ തന്നെയാണ്. പിന്നീട് വയറിങ്ങിലേക്ക് വരുമ്പോൾ മാക്സിമം നല്ല വയറ് തന്നെ, ക്വാളിറ്റിയുള്ള വയറ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. നല്ല ബ്രാൻഡഡ് വയറുകളുണ്ട്, അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മൾ പിന്നീട് നമുക്ക് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, മാറ്റി പണിയാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ ഫ്ലോറിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് 2x4 ടൈലാണ്. ടൈലിന് പകരം മാർബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി റേറ്റ് കൂടും. അതുപോലെ തന്നെയാണ് ഗ്രാനൈറ്റും. അതിന് പകരം നമ്മൾ 2x4 ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു 38 രൂപ മുതൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇതിലും കൂടിയതുണ്ട്. നമ്മൾ 2x4 കുറച്ച് റേറ്റിന് വ്യത്യാസമുണ്ട്. 6x4, 8x4 അങ്ങനെ പല ടൈപ്പ് ടൈലുകളും ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് മാർബിളിനെയും ഗ്രാനൈറ്റിനെയും അപേക്ഷിച്ച് ചിലവ് കുറക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് നമുക്ക് ഇതുപോലെ സ്റ്റെപ്പുകളിൽ ചെയ്യാൻ പറ്റുന്ന ഫുൾ ബോഡി ടൈലുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന് സ്ക്വയർ ഫീറ്റിന് 95 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഗ്രാനൈറ്റ് യൂസ് ചെയ്യുന്നിടത്ത് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ചിലവ് ചുരുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി കിച്ചൺ കൗണ്ടർ ടോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് പല വിധത്തിലുള്ള സ്ലാബുകൾ അവൈലബിൾ ആണ്. അതിന് നല്ല റേറ്റും വരുന്നുണ്ട്. എന്നാൽ ചില സ്ലാബുകൾ കറ പിടിക്കുന്നതും മറ്റുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കുറഞ്ഞ റേറ്റിൽ ഗുണമേന്മയോട് കൂടിയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് ഫുൾ ബോഡി ടൈലുകൾ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ വിൻഡോസ് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ലൈഡിങ് വിൻഡോസ് ചെയ്യാവുന്നതാണ്. ഇത് കുറഞ്ഞ റേറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വിൻഡോസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കിച്ചൺ കബോർഡ്സ്, അതും മൾട്ടിവുഡിനെ അപേക്ഷിച്ച് നമുക്ക് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും റേറ്റ് കുറച്ച് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഇൻറ്റീരിയറിലേക്ക് വരുമ്പം കുറഞ്ഞ സ്പേസ് ആണെങ്കിൽ മൾട്ടിവുഡിൻ്റെ ഒരുപാട് വർക്കുകൾ കൊടുത്ത് തിങ്ങി നിറക്കാതെ നമുക്ക് ഇതുപോലെ ചെറിയ വാൾ ഡെക്കേഴ്സ്, അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾ, LED ലൈറ്റ്സൊക്കെ കൊണ്ട് ഭംഗിയാക്കി എടുക്കാവുന്നതാണ്.
ജിപ്സം സീലിംഗ് ഭംഗിയുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് മൾട്ടിവുഡിൻ്റെ പാർട്ടീഷൻ വർക്കുകൾ കൊടുക്കാതെ കുറഞ്ഞ സ്പേസ് ആണെങ്കിൽ, കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നതാണ്. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വീട് തന്നെ പണിതെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.